നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് കണവ നിറച്ചത് അല്ലെങ്കിൽ കൂന്തൽ നിറച്ചാണ് ഉണ്ടാക്കുന്നത്. അരക്കിലോ കണവ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി നന്നായി ചെറുതായിട്ട് അരിഞ്ഞെല്ലാം വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ 3 ഇടത്തരം സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 കണവ മുഴുവനായിട്ട് എടുത്തത്. ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തത്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത്. ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മളൊരു പ്രഷർ കുക്കറിലാണ് ഈ റോസ്റ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു. ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ ആ സവാള ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളെ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് മല്ലിയില പുതിനയില അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ വിനാഗിരി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വിനാഗിരി ഇഷ്ടമാണെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം. നമ്മളെ റോസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് നമുക്കൊരു 3 വിസിൽ വേവിക്കണം. കണവായ്ക്ക് നല്ല വേവുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഈ കണവ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണവെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊരു ഫ്രൈ പാനിലേക്ക് ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഈ ഫ്രൈ പാനിലേക്ക് നമുക്ക് ഈ കണവ ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് പറ്റിച്ച് കുറുക്കിയെടുക്കാം. നമ്മുടെ കണവ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇറക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫില്ലിംഗ് എല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് നമ്മുടെ ഈ കണവയിലേക്ക് നിറച്ച് നമുക്കിതൊന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് അടച്ച് ഇതിൻ്റെ പുറത്തൊരു കോട്ടിങ് തേച്ച് നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് ഈ കണവയുടെ പുറത്ത് തേച്ച് പിടിപ്പിക്കാനുള്ള ഒരു കോട്ടിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഫില്ല് ചെയ്യാനുള്ള ബാറ്ററിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് ഉപ്പിടാവുള്ളൂ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. കോൺഫ്ലവർ ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ കോൺഫ്ലവർ ഇല്ലാതെയും ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു നാരങ്ങ നീര് പിഴിഞ്ഞ് വയ്ക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിതിൻ്റെ പുറത്ത് തേക്കാനുള്ള ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ ഫില്ലിങ് നമ്മുടെ ഈ കണവയ്ക്കകത്തോട്ട് നിറച്ച് കൊടുക്കണം. ഒരു ശകലം ഫില്ലിങ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കണം. നമ്മൾ ഇതിനകത്തേക്ക് ഫില്ലിങ് മൊത്തം നിറച്ചു.
ഇത് എന്നിട്ട് നമ്മൾ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ലാസ്റ്റ് ബാറ്ററിൽ മുക്കാം. നമ്മൾ ഫില്ലിംഗ് എല്ലാം നിറച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കണവ റോസ്റ്റോ കൊഞ്ച് റോസ്റ്റോ ഫിഷ് ഫ്രൈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇതെല്ലാം ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ബാറ്ററിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കണം, കാരണം ഇതിലേക്കൂടെ എണ്ണ ഇതിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ബാറ്ററെല്ലാം നമ്മുടെ കൂന്തലിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് 1-2 മണിക്കൂർ മാരിനേഷൻ വെച്ചാൽ നല്ലതാണ്. ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാരിനേഷൻ വെക്കുകയാണ്. നമ്മുടെ മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു കാസ്റ്റേൺ ചട്ടിക്കകത്തേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോരോ കണവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇതിനകം എല്ലാം നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ്. ഇതിൻ്റെ പുറം മാത്രം കുക്കായാൽ മതി. നമുക്ക് ഇതിനകത്തേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇത് 3-4 മിനിറ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. നമുക്കിത് ചെയ്തെടുക്കാം. നല്ല കളറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ കൂന്തൽ നിറച്ചത് വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിലും പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടേ വറുക്കാവുള്ളൂ. നമ്മൾ കൂന്തൽ നിറച്ചതെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. നമ്മൾ കണവ നിറച്ചത് അല്ലെങ്കിൽ കൂന്തൽ നിറച്ചത് നമ്മൾ പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇഫ്താർ വിരുന്നുകളിലൊക്കെ നമുക്ക് വിളമ്പാൻ പറ്റുന്ന നല്ലൊരു കിടുക്കാച്ചി റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ചൂടോടുകൂടി സെർവ് ചെയ്യുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് തിരിച്ചു വരാം. നന്ദി.